ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വിഴിഞ്ഞം മൂക്കോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ 150 ദിവസത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. BSc MLT അല്ലെങ്കിൽ DMLT യോഗ്യതയുള്ളവർക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കും ECG ടെക്നീഷ്യൻ കോഴ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ECG ടെക്നീഷ്യൻ കം മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. B.Pharm അല്ലെങ്കിൽ D.Pharm ഉള്ളവർക്കാണ് ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അവസരം വന്നിട്ടുള്ളത്. 3 തസ്തികകളിലും ഓരോ ഒഴിവുകൾ വീതമാണുള്ളത്. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന നൽകുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മൊബൈൽ നമ്പർ സഹിതമുള്ള ബയോഡാറ്റ, വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം ജൂലൈ 18 ഉച്ചയ്ക്ക് 2 മണിക്ക് ആശുപത്രിയിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കൊതുകുജന്യ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി കണ്ടിൻജന്റ് തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. പരമാവധി 90 ദിവസത്തേക്കോ അതിൽ കുറവ് ദിവസത്തേക്കോ പ്രതിദിനം 675 രൂപ നിരക്കിലാണ് നിയമനം. 7ാം ക്ലാസ്സും കായികക്ഷമതയുമാണ് യോഗ്യത. മുൻകാല പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും കണ്ടിൻജന്റ് വർക്കർ, ഫോഗിംഗ്, സ്പ്രേയിങ് എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 55 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 16 രാവിലെ 9:30 ജില്ലാ മെഡിക്കൽ ഓഫീസിന് സമീപമുള്ള സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവണം. രജിസ്ട്രേഷൻ രാവിലെ 10:30 വരെ മാത്രമായിരിക്കും. അതിനുശേഷം ഹാജരാകുന്നവരെ അഭിമുഖത്തിന് പരിഗണിക്കില്ല. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ കല്ലൂപ്പാറ ഹോമിയോ ഡിസ്പെൻസറിയിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായി വനിതകൾക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 മുതൽ 50 വയസ്സ് വരെയാണ്. പ്രായം, വിലാസം, കുടുംബശ്രീ അംഗത്വം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ 18 രാവിലെ 11 മണിക്ക് കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ-ഗ്രാൻസ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. 1 വർഷത്തേക്കുള്ള നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT-യിലുള്ള BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ ജൂലൈ 18 വൈകിട്ട് 5 മണിക്കകം കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, അനസ്തേഷ്യ ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, ആർട്ടിഫിഷ്യൽ ലിംബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ജൂലൈ 16 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിലാണ് അഭിമുഖം നടക്കുക. നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് അഭിമുഖം രാവിലെ 10 മണിക്കാണ്. യോഗ്യത +2, ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടാതെ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിദിന വേതനം 700 രൂപയാണ്. അടുത്തത് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ അഭിമുഖം നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. യോഗ്യത SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം ANM കോഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സ് എന്നിവയിൽ ഒന്ന് വിജയിച്ചിരിക്കണം. സർക്കാർ സർവീസിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ചവർക്കും അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി 62 വയസ്സ് വരെയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിദിന വേതനം 450 രൂപയാണ്. അടുത്തത് അനസ്തേഷ്യ ടെക്നീഷ്യൻ്റെ അഭിമുഖം നടക്കുന്നത് ഉച്ചയ്ക്ക് 12:30 യോഗ്യത +2 സയൻസും കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ്. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിദിന വേതനം 700 രൂപയാണ് ലഭിക്കുക. അടുത്തത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അഭിമുഖം നടക്കുന്നത് ഉച്ചയ്ക്ക് 12:30 യോഗ്യത BSc MLT ആണ്. കൂടാതെ ബ്ലഡ് ബാങ്കിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ DMLTയും ബ്ലഡ് ബാങ്കിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പ്രതിദിന വേതനം 650 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ആർട്ടിഫിഷ്യൽ ലിംബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അഭിമുഖം നടക്കുന്നത് ഉച്ചയ്ക്ക് 12:30
യോഗ്യത BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ആണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിദിന വേതനം 700 രൂപയാണ് ലഭിക്കുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റ് വിരമിച്ചവർ ഒഴികെയുള്ള മറ്റെല്ലാ തസ്തികകൾക്കും ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നിശ്ചിത അഭിമുഖ സമയത്തിന് 1 മണിക്കൂർ മുൻപ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.